പാനൂർ നഗരസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വി.കെ. നിഷാദിന് പരോൾ അനുവദിച്ചത് ചട്ടം ലംഘിച്ചെന്ന് ബി.ജെ.പി. നുണ പറഞ്ഞു നേടിയ പരോളിന്റെ മറവിൽ നഗരസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് കെ. വിനോദ് കുമാർ ആരോപിച്ചു. പരോളിൽ ഇറങ്ങിയ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതായും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. CPM നേതാവായ വി.കെ. നിഷാദ് നിരവധി കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണെന്ന് ബി.ജെ.പി. കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ. വിനോദ് കുമാർ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ അക്രമം അടക്കം ഇയാൾ നടത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ മുച്ചിലോട്ടുകാവിലെ പെരുങ്കളിയാട്ടം അലങ്കോലപ്പെടുത്തിയതിലും നിഷാദിന് പങ്കുണ്ടായിരുന്നു. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ പോലും അക്രമം നടത്തിയ ആളാണ് നിഷാദെന്നും വിനോദ് കുമാർ ആരോപിച്ചു. പോലീസിനെ അടക്കം ആക്രമിച്ച കേസിൽ 20 വർഷം ശിക്ഷിക്കപ്പെട്ട നിഷാദിന് 1 മാസം കൊണ്ടാണ് പരോൾ നൽകിയത്. അച്ഛന് സർജറി എന്ന് പറഞ്ഞാണ് പരോൾ നേടിയത്. 3 ആഴ്ച മുമ്പാണ് നിഷാദിന്റെ അച്ഛന്റെ സർജറി കഴിഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിന് ക്ലിയറൻസ് കൊടുത്തതെന്നും കെ. വിനോദ് കുമാർ ചോദിച്ചു. മാനദണ്ഡം ലംഘിച്ചാണ് പരോൾ അനുവദിച്ചത്. കളവ് പറഞ്ഞ് പരോൾ നേടി പുറത്തിറങ്ങിയതോടെ ഈ കേസിലെ സാക്ഷികളെ കൂറുമാറ്റാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്താനും തുടങ്ങിയെന്നും വിനോദ് കുമാർ പറഞ്ഞു. കളവ് പറഞ്ഞിട്ടാണ് പരോൾ നേടിയിരിക്കുന്നത്. പരോൾ നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? നിഷാദിനെ പോലെയുള്ള ആളുകൾ പരോൾ നേടിക്കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകും. അപ്പീൽ പോകുന്ന അവസരത്തിൽ സാക്ഷികളെ കൂറുമാറ്റണം, സാക്ഷിമൊഴി മാറ്റണം, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്നലെ മുതൽ ആരംഭിച്ചു എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആ സംഭവത്തിലുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പീൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായി മൊഴി നൽകിയില്ലെങ്കിൽ നിന്നെയൊന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി അദ്ദേഹം പല സ്ഥലങ്ങളും ഉന്നയിച്ചതായാണ് നാം കേൾക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ കൗൺസിലറായ നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കവും ഇതിനിടയിൽ രഹസ്യമായി നടത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കൗൺസിലറാണ്, പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. 46-ാം വാർഡ് മൊട്ടമ്മൽ വാർഡിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഈ പരോളിൻ്റെ മറവിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. പയ്യന്നൂർ മുനിസിപ്പൽ അധികൃതർ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ഒരു ഗൂഢ നീക്കവുമായി ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പരോൾ നേടിയിട്ടുള്ള ആൾ ഇവിടെ മുനിസിപ്പൽ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതും നാം കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. നിഷാദ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തടയണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. തലശ്ശേരിയിൽ ബി.ജെ.പി. അംഗം സത്യപ്രതിജ്ഞയ്ക്ക് തെറ്റിദ്ധരിപ്പിച്ച പരോൾ നേടിയിട്ടില്ല. കോടതി അനുവദിച്ചാൽ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യും. അല്ല, അത് നിയമപരമായ രീതിയിൽ അത് നോക്കുന്നുണ്ട്. കോടതി അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹം ഇവിടെ കള്ള സത്യവാങ്മൂലമോ കള്ള അപേക്ഷയോ കള്ള കാര്യങ്ങളോ ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ പരോൾ നേടാൻ ശ്രമിച്ചിട്ടില്ല. അത് കോടതിയിലെ സമീപിക്കും. കോടതിയിൽ നിന്ന് നമുക്ക് അനുവാദം കിട്ടുകയാണെങ്കിൽ അടുത്ത 1 മാസത്തിലുള്ള അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. അത് നിയമത്തിൻ്റെ വഴി മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് ബി.ജെ.പി. മുമ്പോട്ട് പോകുന്നത്. ജയിൽ വകുപ്പിനെ ക്രിമിനലുകൾ നയിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. നിഷാദിന് പരോൾ കിട്ടാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിന് ഒത്താശ ചെയ്തവർക്കെതിരെ ആഭ്യന്തര വകുപ്പ് നടപടി എടുക്കണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.